സുഹൃത്തുക്കളെ, ഇന്ന് 2026 ജനുവരി 29 ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിയമസഭയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 9 വർഷവും 9 മാസത്തിലുമധികം കാലമായി ഈ സർക്കാരിന് ചെയ്യാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും ഭാവിയിൽ ഞങ്ങൾ ചെയ്യാമെന്നുള്ള വാഗ്ദാനമാണ് ബജറ്റിലൂടെ ഈ സർക്കാരും പ്രത്യേകിച്ചും ധനകാര്യ വകുപ്പ് മന്ത്രിയും ജനങ്ങളുടെ മുന്നിൽ വച്ചിരിക്കുന്നത്. നമ്മൾ ഈ സന്ദർഭത്തിൽ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിൻ്റെ കൗതുകത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഈ കാലയളവിൽ, അതായത് 2021 ജനുവരി മുതൽ പ്രത്യേകിച്ചും ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ഏഷ്യാനെറ്റ് ന്യൂസ് 18 പോലെയുള്ള ദൃശ്യമാധ്യമങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ പരിശോധിക്കുകയുണ്ടായി. അപ്പം അന്ന് പരിശോധിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത്, സർക്കാരിൻ്റെ വീഴ്ചകൾ അപൂർവമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഒരു ഉദാഹരണത്തിന്, കായംകുളത്ത് ഒരു 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു സ്ത്രീക്ക് 2 മാസത്തെ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ ഒരുമിച്ച് സർക്കാർ 2021 മാർച്ചിലോ ഏപ്രിലിലോ ആണ് ആ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം അതിൻ്റെ വാർത്തയുടെ. അപ്പോൾ അന്നത് ഏഷ്യാനെറ്റ് ചർച്ച ചെയ്തിട്ടുണ്ട് ആ വിഷയം അവിടെ ന്യൂസ് അവറിൽ. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഈ 2 മാസത്തെ പെൻഷൻ ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് കൊണ്ടുവന്ന് തരുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ, അവരുടെ കുടുംബവും അതിനോട് പ്രതിഷേധിക്കുന്നതാണ് അത് കാണുന്നത്. അങ്ങനെ അപൂർവം ചില വിഷയങ്ങളെ സർക്കാരിനെതിരായിട്ട് അന്ന് ചർച്ച ചെയ്തിട്ടുള്ളൂ. മിക്കപ്പോഴും അന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് രമേശ് ചെന്നിത്തല അതൃപ്തനാണോ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അതൃപ്തനാണോ, ഇത്തരം വിഷയങ്ങളാണ്. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ 2021 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇത്തരം ചർച്ചകളിൽ നമ്മൾ കേട്ട വാക്ക് എന്ന് പറയുന്നത് തുടർഭരണം എന്നുള്ളതാണ്. തുടർഭരണം എന്നുള്ള വാക്കാണ് ഏറ്റവും കൂടുതൽ കേട്ടത്. അപ്പോൾ ഇന്നിപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ആരും തുടർഭരണത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ അത് LDFൻ്റെ ആ ഒരു പൊളിറ്റിക്കലി ബ്ലൈൻഡഡായ ആളുകൾ മാത്രമേ, LDFനെ പിന്തുണക്കുന്ന അവരുടെ അടിയുറച്ച സഖാക്കളായിട്ടുള്ള, അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾ മാത്രമേ ഇന്ന് തുടർഭരണത്തെക്കുറിച്ച് സംസാരിക്കുന്നുള്ളൂ. ഇതൊരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനയാണ്. നമ്മളിന്ന് പ്രധാനമായും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ LDFൻ്റെ ഐക്യം, LDFിലെ ഘടകകക്ഷികൾക്കിടയിൽ ഉണ്ടാകേണ്ടതായ ഐക്യം ഇല്ലാതായിരിക്കുന്നു എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം, ഇടുക്കി ജില്ലയിലെ CPIMൻ്റെ ജില്ലാ സെക്രട്ടറി വർഗീസ് പറയുകയാണ്, അദ്ദേഹം പറയുകയാണ്, കേരള കോൺഗ്രസ് മാണി വിഭാഗം, അല്ലെങ്കിൽ ജോസ് കെ മാണി വിഭാഗം UDFിലേക്ക് പോകുന്നതിനെ തടഞ്ഞു നിർത്തിയത് റോഷി അഗസ്റ്റിനാണ്. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ ഭാഗമായി അവർ ഫീൽഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിൽ, അവർ മത്സരിപ്പിക്കുന്ന കാൻഡിഡേറ്റ്സിൽ LDFിനൊപ്പം നിൽക്കുമെന്ന് ഉറപ്പുള്ള ഏതാനും ചില വ്യക്തികളുണ്ട്. അവർക്ക് മാത്രമേ CPM അണികളുടെ വോട്ടും പിന്തുണയും ആ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനത്തിൻ്റെ ഗുണഫലവുമെല്ലാം ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ, CPIMൻ്റെ ഭാഗമായി CPM ഫീൽഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ CPI മത്സരിക്കാറുണ്ട്. അവിടെ നിന്ന് ബിജു മോൾ
ഒരു വനിതാ സഖാവൊക്കെ വിജയിച്ചു വന്നിരുന്നത് CPIയുടെ ഇടുക്കി ജില്ലയിൽ നിന്നാണ്. അപ്പോൾ CPIയോ CPIMോ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും ആത്മാർത്ഥമായി പിന്തുണയ്ക്കാനിടയില്ല, തിരിച്ചും ഇടയില്ല എന്നുള്ളതാണ് വർഗീസിൻ്റെ ഇടുക്കി CPMൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്ഥാനം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ജോസ് കെ മാണി വിഭാഗത്തിൽ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ലീഡർ റോസി അഗസ്റ്റിനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരും മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ചിലപ്പോൾ കരുതുന്നത് ഇനിയൊരു ഹങ് അസംബ്ലി വന്നു കഴിഞ്ഞാൽ ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ ഭാഗമായി വരുന്ന MLAമാർ UDFിലേക്ക് പോകുമോ എന്ന് പോലും അവർ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി വർഗീസിൻ്റെ പ്രസ്താവനയോട് മറുപടി പറഞ്ഞുകൊണ്ട് ജോസ് കെ മാണി രംഗത്തെത്തി. അദ്ദേഹം പറയുന്നത്, സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നടക്കുന്നതിന് മുമ്പും ശേഷവുമെല്ലാം ഞങ്ങൾ LDFൻ്റെ ഭാഗമാണ്. ഞങ്ങളെ UDF പുറത്താക്കുന്നതിന് സമാനമായൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകിയത് സഖാവ് കോടിയേരി ബാലകൃഷ്ണനും സഖാവ് പിണറായി വിജയനും ഉൾപ്പെടെയുള്ള ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾ LDFനൊപ്പം നിൽക്കും, LDFനൊപ്പം ഞങ്ങൾ നിൽക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകളിൽ ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഞങ്ങൾ UDFിലേക്ക് പോകുകയായിരുന്നുവെങ്കിൽ 5 MLAമാരും ഒരുമിച്ചേ പോകുമായിരുന്നുള്ളൂ എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിൽക്കുന്ന ജോസ് കെ മാണി വിഭാഗം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമാകാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് ജോസ് കെ മാണിയുടെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാണ്. വർഗീസിൻ്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാണ്. വർഗീസ് പറയുന്നത് അതിന് തടഞ്ഞു നിർത്തിയത് റോസി അഗസ്റ്റിനാണ്. ജോസ് കെ മാണി പറയുന്നത് പോകുകയാണെങ്കിൽ 5 MLAമാർ കൂടി ചേർന്ന് പോകുമായിരുന്നു എന്ന് പറഞ്ഞാൽ പോകാൻ അവർ ശ്രമിച്ചു. പക്ഷേ മുഴുവൻ നമ്മൾ നേരത്തെ കേട്ടതുപോലെ തന്നെ മുഴുവൻ MLAമാരുമായി ഒരുമിച്ച് UDFിലേക്ക് പോകാൻ കഴിയില്ല. അഥവാ UDFിലേക്ക് പോവുകയാണ് എങ്കിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിലെ ഒരു വിഭാഗം LDFിൽ തന്നെ തുടരും. അഥവാ ആ ചെറിയ പാർട്ടി ഇപ്പോൾ വളരെ ദുർബലമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ പരാജയം ഏറ്റുവാങ്ങിയ ആ പാർട്ടി ഒരു ഭിന്നിപ്പ് കൂടി താങ്ങേണ്ടതായി വരും. അതിന് മാത്രം ശക്തമല്ല ഇന്ന് ആ പാർട്ടി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ LDFിലെ പ്രധാന ഘടകകക്ഷികളിലൊന്നായ ജോസ് കെ മാണി വിഭാഗവും CPMും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് ഈ രണ്ട് പ്രസ്താവനകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഒരു ആഫ്റ്റർ മാത്ത് എന്ന് പറയാവുന്നത്, അതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറയാവുന്നത്, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം പോലെയുള്ള ജില്ലകളിൽ വലിയ തിരിച്ചടി LDF നേരിടാനിരിക്കുകയാണ് എന്നുള്ളതാണ്. ബജറ്റിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും മറ്റുമായി നമുക്ക് വീണ്ടും കാണേണ്ടതുണ്ട്. ഇടയ്ക്ക് ഒരു പ്രധാന സംഭവവികാസം ഉണ്ടായി, അത് ഇന്നലെ സൂചിപ്പിക്കാൻ വിട്ടുപോയി. ഇന്നലെ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയും ഏറെക്കാലം ബാരാമതിയിൽ നിന്നുള്ള ജനപ്രതിനിധിയും അതുപോലെ തന്നെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഒരു അധികായനുമായ നമ്മുടെ അജിത് പവാർ അന്തരിച്ചു. ഹാർട്ടി കണ്ടോളൻസസ്. മഹാരാഷ്ട്ര രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ വളരെ കൗതുകത്തോടു കൂടി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.